നിങ്ങളാണെന്ന് പറഞ്ഞിട്ടല്ല ഞങ്ങൾ അവിടെ അടിപൊട്ടിയത്. അവിടെ അല്ലല്ല അടിപൊട്ടതിന് മുമ്പേ നിങ്ങളെ ഹംസക്കുട്ടി എന്റെ അടുത്ത് സംസാരിച്ചായിരുന്നു. നമ്മള് 2-3 പേര് ഗാംഗ്ലസ് ആയിരുന്നു. പ്രിൻസസ് ഞാൻ ഗാംഗ്ലസിലായിരുന്നു പ്രിൻസസ്. അതും കൂടി ചോദിക്കണം. ഇനി അടുത്ത അതാ. അപ്പൊ ഇതെല്ലാം പ്രീ വെയർ ആയിട്ട് കൺസിഡർ ചെയ്യും. സത്യത്തിൽ ഈ പറഞ്ഞില്ലേ ഇതിലെല്ലാം ഓരോ ലൂപ്പുകളുണ്ട്. നമുക്കുള്ള സിറ്റുവേഷൻ വരുമ്പോ നമ്മളത് പോയി. വെയിറ്റ് ഞാൻ ഡാൻജി വിളിക്കാം. ഡാൻജി സിറ്റുവേഷൻ ഉണ്ടായിരുന്നേ. ഇടുന്നതിന് മുന്നേ നിങ്ങൾ പറയണേക്ക് നിങ്ങൾ അറിയാണ്ടാണ് ഞങ്ങള് അല്ലെങ്കിൽ നിങ്ങളല്ലെന്ന് എഴുതിയിട്ടാണ് ഡ്രസ് ഇടുന്നതിന് മുന്നേ ഞങ്ങൾ ചൊറിയാൻ നിന്നെ. മനസ്സിലായോ? അത് എനിക്കറിയാം. എഴുതി കൊടുത്തേക്കണമെന്നല്ലോ. അവിടെ അവനെ വണ്ടി ഇട്ട് കറക്കിയാണ് അവന്റെ അടുത്ത് വന്ന് ഈ കണ്ണേം ചെയ്യണൊക്കെ എന്തിനാ? അത് തന്നെ, അത് നിങ്ങളാണെന്ന് എഴുതിയിട്ടല്ല മൊയിലെ നീ സാപ്പ് ഇന്റെ ഡാൻജി ആയിട്ട് സാപ്പ് അവ വരട്ടെ. എടാ നിന്റെ സിറ്റുവേഷനാ സംസാരിക്കും. പബ്ലിക് പ്ലേസ് ആണ്, എന്നാലും നമ്മ ഒരുപാട് പേരുടെ ഡിസ്റ്റർബൻസ് ആണ് ബ്രോ. ചെയ്യില്ല നിങ്ങൾ ആദ്യമേ വന്നിട്ട് നിങ്ങള് എന്നെ അടുത്ത് കൈ പിടിച്ച് നമ്മുടെ അടുത്ത് വന്നിട്ട് ഓരോ കാര്യങ്ങളും ചോദിച്ചു. ഇപ്പൊ സൗണ്ട് കൂടുതലാ ബ്രോ എന്ന് പറഞ്ഞു. ബ്രോ സൗണ്ട് കൂടുതലാന്ന് പറഞ്ഞു. സമ്മതിക്കാം. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഞങ്ങൾ അവിടെ വണ്ടി ഇറക്കിക്കോ. ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, അതൊരു പ്രൈവറ്റ് ഏരിയ ആണോ? ഡാൻജി സംസാരിക്കും. ഡാൻജി നൈസായിട്ട് സംസാരിക്കും. നോക്കിക്കോളാം നിങ്ങൾ. അല്ല നീ സംസാരിച്ചിട്ട് എങ്ങനെയാണ് അത് ഫയറിംഗിലേക്ക് എത്തിയത്? അത് ഞാൻ പറഞ്ഞുതരാം. അത് KVA എന്ന് അറിഞ്ഞതിന് ശേഷമാണ് അവിടെ അടി പൊട്ടിയത്. മൊയലൊക്കെ അവിടെ ഗാംഗ്രസ് ഇട്ടു, ഡാൻജി ഗാംഗ്രസ് ഇട്ടു. എന്റെ അടുത്തുനിന്ന് ചോദിക്കുകയും ചെയ്തു. ഞാനും പറഞ്ഞു KVA എന്നുള്ള രീതിയിൽ. എന്നിട്ട് ഞാൻ നോക്കുമ്പോഴത്തേക്ക് മണ്ടയ്ക്ക് ഇരുന്നൊരുത്തനെ അടിക്കുന്നത്. എനിക്ക് സംഭവം എന്ന് പറഞ്ഞാൽ അടി പൊട്ടിയത് എനിക്ക് എന്താ കാര്യം മനസ്സിലായില്ല. ഞാൻ അവിടെ അടി പൊട്ടിയത് ഞാൻ മനസ്സിലാക്കി. ഇതേപോലെ സൗണ്ട് പറഞ്ഞപ്പോ അവരാലോചിച്ചു നിങ്ങളെ ഗണ്ണത് ഇല്ലീഗൽ അല്ലേ അതിന് ഇത് പറഞ്ഞപ്പോ നോയിസ് പൊല്യൂഷന്റെ കാര്യം നേരെ അടിച്ചിട്ടാണ് നമ്മുടെ സൈഡിൽ നിന്ന് ആരെങ്കിലും കണ്ടെടുത്ത് അടിച്ചാ. കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് അവരുടെ സൈഡിൽ നിന്ന് മൊയൽ ജോൺ എന്താ പറഞ്ഞേക്ക്. അപ്പൊ ഗണ്ണം ഇല്ലീഗൽ അല്ലേന്ന് ചോദിച്ചു. അല്ല നിങ്ങൾ തന്നെ സമ്മതിച്ചല്ലോ. അടിച്ചിട്ടോ നമ്മളടിച്ചിട്ടു അടിച്ചിട്ട് അല്ല നമ്മളൊരു കാര്യം ചോദിക്കട്ടെ, ഒരു കാര്യം ചോദിച്ചോട്ടെ. ഈ അടിച്ചിട്ട ആൾക്കാർ അവിടുന്ന് പെട്ടെന്ന് എങ്ങനെയാണ് കാണാണ്ടായത്? അതൊന്നും അറിഞ്ഞാൽ കൊള്ളായിരുന്നു. എന്ത് വിശദീകരണം കൊടുത്തേക്കണേ? ആണോ വേണേ പോയി ചെയ്യുന്നു. നിനക്ക് പറയാൻ സാഗര നിർത്തിയടാ നിർത്തി എടാ സാഗര കേക്കാവോ സാഗര നിനക്ക് കേക്കാവോ? എടാ ബാക്കിയുള്ളവർ പറയുമ്പോ ഒന്ന് ഞാനും മുതല് പറയുമ്പോ എടാ നിർത്താൻ പറഞ്ഞാൽ നിർത്തണം, പിന്നെ സംസാരിക്കല്ലേ. അല്ലല്ല അവനിപ്പോ ഒരു കാരണം വെയിറ്റ് ചോദിക്കാം മുതല് സംസാരിക്കട്ടെ. ഇവനെ ഇനി വിളിക്കണ്ട മീറ്റിങ്ങിന്. നിർത്താൻ പറയുമ്പോ നിർത്തിയിട്ടില്ലെങ്കിൽ മീറ്റിങ്ങിന് വിളിക്കാൻ എനിക്ക് താല്പര്യമില്ല. നിങ്ങൾ ഇങ്ങനെ ബാക്കിയുള്ള കരുതേണ്ട ആവശ്യമല്ലേ. അറ്റ്ലീസ്റ്റ് എന്തിനാ ഫയർ ചെയ്താന്ന് പറയോ? നിങ്ങൾക്ക് എന്താ എടാ ഒരു കാര്യം ചോദിക്കട്ടെ, എന്താണ് ചൊറിഞ്ഞത്? സാഗർ വെയിറ്റ് ചെയ്യാം, ചോദിക്കാം. ചൊറിഞ്ഞെന്ന് പറഞ്ഞല്ലോ, ചൊറിഞ്ഞെന്ന് പറഞ്ഞ എന്തുകൊണ്ടാ? നമ്മള് പ്രൈവറ്റ് പ്ലേസിലല്ല ഇട്ട് വണ്ടി ഇറക്കിയത്, പബ്ലിക് പ്ലേസിലാണ്. മനസ്സിലായോ?
പബ്ലിക് പ്ലേസ് ബാക്കിയുള്ളവർക്ക് ഇറിറ്റേറ്റ് ചെയ്യണത് നിങ്ങളുടെ കുഴപ്പമില്ലേ? പറഞ്ഞു പോയിട്ട് ഞങ്ങൾ തിരിച്ചു വന്നപ്പോ വീണ്ടും സംസാരിക്കാൻ തുടങ്ങി. നീയൊക്കെ എന്തിനാ ഇവിടെ വന്നേ? തിരിച്ചു പോയല്ലോ, നിങ്ങൾക്ക് പിന്നെ റേസ് ചെയ്യാൻ നിങ്ങളുടെ വണ്ടിയിൽ മാറിപ്പോയിട്ട് തിരിച്ചു വന്നപ്പോ അവിടെ നിന്ന് എന്തുവരെ സംസാരിച്ചു? നിങ്ങൾ പെട്രോൾ അടിക്കാൻ പോയതാണ് പിന്നെ നിങ്ങൾ. എടാ അത് അവരെ വണ്ടി, അവർക്ക് ഇഷ്ടമുള്ള ചെയ്യും, മനസ്സിലായോ? അതല്ല അപ്പൊ ഓക്കെ, നിങ്ങൾ അവിടെ അടിച്ചു, നിങ്ങൾക്ക് അടി കിട്ടി, അവിടെ വീണു, കഴിഞ്ഞില്ലേ? അതവിടെ കഴിഞ്ഞു. ഇനി വേറൊരു കാര്യം, സാഗർ നിന്റെ അടുത്ത് ഇപ്പൊ എന്തോ ചോദിച്ചിട്ടില്ല, അത് ചോദിക്കും. സൗണ്ട് കുറച്ച് ചോദിക്കും. കാര്യം പറയാൻ നിന്റെ അടുത്ത് നിന്റെ അടുത്ത് ഞാൻ മാനയായിട്ടാണ് എത്ര നാൾ സംസാരിച്ചിട്ടുള്ളത് എവിടെയാണെങ്കിലും. നീ 5ാം കാലം 6ാം കാലത്ത് എന്റെ അടുത്തൊന്ന് കാച്ചതല്ല. എന്റെ 5ാം കാലത്തിന് വായി വെച്ച് തരും കേട്ടോ. ഉണ്ടാക്കാൻ നിൽക്കരുത് കേട്ടോ. ഹംസക്കുട്ടി ഉണ്ടാക്കാൻ നിൽക്കല്ലേ. നിന്റെ 5ാം കാലം വെട്ടി നിന്റെ 5ാം കാലം വെട്ടി നീ കാച്ചാലിക്കലെടുത്ത് കേട്ടോ. ഉണ്ടാക്കാൻ നിൽക്കല്ലേ. നിനക്ക് ഉണ്ടാവില്ലായിരിക്കും, നിന്റെ കുടുംബത്തിലുള്ളവർക്ക് ഉണ്ടാവില്ലായിരിക്കും. കാരണം എന്റെ ഒരു കാര്യം വായി വെച്ച് വരും ഞാൻ. വായി വെച്ച് വരുന്ന അപ്പൊ നീ അറിയും ഉണ്ടോ എന്നുള്ളത് കേട്ടോ. നീ ഉദ്ദേശിച്ച 5ാം കാലം നിനക്കറിയാലോ. മൂന്ന് ശല്യകാലം നിനക്കറിയാലോ. സാഗറെ നിർത്ത്. നിന്നെ ഇപ്പൊ കിക്ക് ചെയ്യും. സാഗറെ നിർത്ത്. സാഗറെ നിർത്ത്. എടാ നിനക്ക് നമ്മൾ പറയുമ്പോ നിർത്താൻ പറ്റുന്നില്ലെങ്കിൽ സംസാരിക്കല്ലോ സാഗറെ. മനസ്സിലായി. സംസാരിക്കുന്നു. ഞങ്ങളിപ്പോ ഈ ഒരു പ്രശ്നം നിങ്ങൾ അവിടെ അടിയായി, ഞങ്ങൾ കുറച്ച് കാഷ്വാലിറ്റി വേണ്ടിയിട്ട് ഞങ്ങൾ എന്തായാലും വാറ് വിളിക്കാൻ തന്നെയാണ് ഇങ്ങോട്ട്. വാറ് അതിന് തന്നെ നമ്മൾ വന്നത്. പക്ഷെ ഈ പുറത്തുള്ള കാര്യങ്ങള് ഇങ്ങോട്ട് എടുത്ത് ഇടരുതെന്ന് പറയാം. നമുക്ക് ഡ്രാഗ് ചെയ്യേണ്ട ആവശ്യമില്ല. അല്ല ഇപ്പൊ ഡ്രാഗ് ചെയ്തു, നിങ്ങളുടെ സൈഡിൽ നിന്ന് ഇപ്പൊ ഡ്രാഗ് ചെയ്തു, അതാണ് അവൻ റേസ് ആയത്. എടാ 5ാം കാലം എന്ന് പറഞ്ഞത് ഇവനല്ലേ ഡ്രാഗ് ചെയ്തേ? തുടക്കം തൊട്ട് ഞാൻ പറയട്ടെ, ഇവിടെ നിന്ന് പോയവരും കാണാത്തവരെയും വരെ അന്വേഷിക്കാൻ വന്ന നിങ്ങളല്ലേ? ആരെ അന്വേഷിച്ചേ? നിങ്ങളുടെ സൈഡിൽ നിന്നുള്ള ആരെ അവൻ അന്വേഷിച്ചേ? അല്ല അതല്ല, ഇവിടെ നിന്ന് പോയപ്പോഴും കത്തിപ്പോയപ്പോഴും ഇതൊക്കെ അന്വേഷിക്കാൻ വേണ്ടിട്ട് അവൻ വരെ വന്നു. ഇതിന്റെ ആവശ്യം ആരെയാ? നിങ്ങളുടെ സൈഡിലുള്ള ആരെയാണ് അവൻ അന്വേഷിച്ചേ? അല്ല ഇറ്റാവുമ്പോ അവര് പറയുന്നത് അവര് അവിടുന്ന് മാഞ്ഞു പോയില്ല, അതിനെ കുറിച്ച്. ഓ അങ്ങനെ, ഓക്കെ. സിറ്റുവേഷനെ ബന്ധപ്പെട്ടുള്ള, പക്ഷെ ഇത് കംപ്ലീറ്റ്ലി ഇത് വേറെ സംഭവമാണ്. ഞാനൊരു കാര്യം പറയട്ടെ, അങ്ങനെ മാഞ്ഞു പോകാൻ പാടില്ല. അല്ല മാഞ്ഞു പോയിണ്ടെങ്കിൽ അതിന്റെ വിശദീകരണം നിങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് പോട്ടെ, ഇത് വേറെ അവന്റെ ഓക്കെ. എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ, മറ്റേ മാഞ്ഞു പോയനെ ടിക്കറ്റ് വലിച്ചേക്ക് കേട്ടോ. ഈ വാർ സിറ്റുവേഷൻ അടിച്ചു പോയില്ല, അതിന് വലിച്ചേക്ക്. ഓക്കെ. അതെ അത് പോയ ഓക്കെ. ഇപ്പൊ ഇവര് പറഞ്ഞെന്താന്നറിയോ, നമ്മുടെ ലീഡർ ഇപ്പൊ ഇവിടുന്ന് മാഞ്ഞു പോയില്ല, അത് ചോദിക്കാൻ പറ്റുന്നൊക്കെയാണ് ഇവര് പറയുന്നത്. വന്നോ. പറ്റില്ല. ഓക്കെ. അപ്പൊ എന്താണ് തീരുമാനം? എന്താ ഡിസിഷൻ എടുത്തിട്ട് പോകും? ഓക്കെ. എത്ര മണിക്ക്? മാക്സിമം 20 മിനിറ്റ്. ഓക്കെ. എടാ ഞാൻ പറയട്ടെ, വലിച്ചേക്ക് കേട്ടോ. വാർ സിറ്റുവേഷൻ അടിച്ചല്ലേ, അങ്ങനെ എന്തോ അല്ലേ പോയത്, അത് വലിച്ചേക്ക് കേട്ടോ. അവര് പുറത്ത് കേക്കടാ. നേരത്തെ ഹിറ്റ് പറഞ്ഞപ്പോ കേൾക്കേണ്ടത് വെച്ചാൽ മൊണ്ണയുടെ സൗണ്ട് ആയിരുന്നു എന്റെ ചെവിയില്. എനിക്ക് നിങ്ങൾ ആരും പറഞ്ഞ കേൾക്കണ്ടായിരുന്നില്ല, അതാണ് പ്രശ്നം. ഇടിച്ചപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. അത് പ്രശ്നമാണ്, നമ്മള് പറയുന്നത് നീ ഒന്ന് കേക്കണം ആ സമയത്ത്. ഞാൻ കേട്ടില്ല. എടാ എന്താ പറഞ്ഞേ? എടാ എന്താ പറഞ്ഞേ? എടാ ഒരു കാര്യം ചെയ്യ്, കൂടുതൽ കൊണ അടിക്കുകയാണെങ്കിലോ ഒറ്റ ഒരാള് അങ്ങ് അടിച്ചിട്ടേക്കെ. കൊണ അടിക്കുവാണെങ്കിൽ അത് കേട്ടോണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞുതരാം. പറയൂ. അത് അവിടുന്ന് ഇങ്ങോട്ട് ഇറങ്ങിയില്ലേ, അപ്പൊ മൊയില് പറഞ്ഞു ടേക്ക് കെയർ, ലവ് യു മാം. ആണോ? നിന്റെ ലീഡറിന്റെ വെയിറ്റ് ചെയ്യടാ.
എടാ നിർത്തടാ 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 എടാ നിർത്ത് ബാറ്റ്മാനെ തിരിച്ചു വാടാ തിരിച്ചു ഒരു കാര്യം പറയട്ടെ, ഞാൻ ലീഡർ ആയിട്ടാണ് ഇവിടെ സംസാരിക്കാൻ വന്നത്. ഞാൻ ഇവിടെ വന്നപ്പോഴത്തേക്ക് നിങ്ങളെ ലീഡർ ലവ് യു ഉമ്മയെന്ന് ഞാൻ കൊടുത്തിട്ടല്ല പോകുന്നത്. ഞാൻ മര്യാദയ്ക്ക് സംസാരിച്ചിട്ടാ പോകുന്നത്. അതുപോലെ എന്റെ അടുത്ത് മര്യാദയ്ക്ക് സംസാരിച്ചാൽ മതി എന്ന് മാത്രമേ പറഞ്ഞോളൂ. അത് എടാ വിട്ടേക്ക് നസിക്ക് എടാ വേണ്ട വിട്ടേക്ക് എടാ വിട്ടേക്ക് ബണ്ണ് കിട്ടും മര്യാദക്ക് പറഞ്ഞാൽ മനസ്സിലാക്കി. അടിച്ചിടാൻ പാടില്ല. എടാ നിർത്താൻ പറഞ്ഞു നിർത്ത് നിർത്തറ പറഞ്ഞു പഴശ്ശി പുറത്തിരിക്കേണ്ടി വരും. എടാ നിങ്ങൾ പറഞ്ഞാ കേൾക്കാതെന്താ? എടാ ഇനി തൊട്ട് മീറ്റിങ്ങിന് എല്ലാരും കൂടെ ഇങ്ങനെ വരരുത് കേട്ടോ. ഉള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. 4 പേര് വന്നാ മതി. ഇവന്മാരെന്തോ കാണിക്കുന്നു ഇവിടെ കിടന്നിട്ട്.